14 ലക്ഷം രൂപ അവരെന്റെ അടുത്ത് കട്ടുകൊണ്ടുപോയത്. ഇനി പറ്റൂല. അല്ല, ഈ പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് നാട്ടിലുള്ള സഖാക്കളെ മുഴുവൻ കട്ടുപോയി. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച 14 ലക്ഷം രൂപ ഒരു കണക്കിനും തിരികെ ലഭിക്കില്ലെന്നുറപ്പായതോടെ രേഖകളും ഒരു കന്നാസ് പെട്രോളും CPM പതാകയുമായി ചെന്ന് CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സൊസൈറ്റിയിൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ നിക്ഷേപകന്റെ ആത്മഹത്യാശ്രമം. ഏതായാലും പോലീസ് സംഘം കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരു ആത്മഹത്യ ഒഴിവായി. വയനാടാണ് സംഭവം. CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റിയിൽ 17 ലക്ഷം രൂപ നിക്ഷേപിച്ച നൌഷാദ് എന്നയാളാണ് പണം തിരികെ കിട്ടാൻ വേണ്ടിയുള്ള അവസാന ശ്രമമെന്ന നിലയിൽ ഓഫീസിനുള്ളിൽ മീറ്റിംഗ് നടക്കവേ പെട്രോളുമായി എത്തി ആത്മഹത്യാശ്രമം നടത്തിയത്. പാർട്ടി നേതാക്കൾ കള്ളന്മാരാണെന്നും പാർട്ടിയുടെ പേര് പറഞ്ഞ് മൊത്തം കട്ടുകൊണ്ടുപോകുന്ന സഖാക്കളാണ് ഇവന്മാരെന്നും ബഹളത്തിനിടയിൽ നൌഷാദ് പോലീസുകാരോട് പറഞ്ഞു. തന്റെ കൈവശമുള്ള എല്ലാ തെളിവുകളും വായിച്ചു നോക്കാനും നൌഷാദ് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും നേരിട്ട് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും നൌഷാദ് പറയുന്നു. ഇവിടുത്തെ മുഴുവൻ റിപ്പോർട്ട് നോക്കി അഴിമതി നടത്തിയത്. അഴിമതി എന്നല്ല, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടല്ല പറ്റൂ. ഞാൻ കാണിച്ചോ, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഡോക്യുമെന്റ് ഇതിവിടെ അങ്ങനെ ഞാൻ നേരത്തെ പെട്രോൾ വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ എന്റെ പൈസ തിരിച്ചു തരാൻ. എന്ത് പൈസ സാറേ? ഞാൻ SP അടുത്ത് കണ്ട SP 4-5 തവണ പോയിട്ട് ഞാൻ ആരെ കൊടുത്തിട്ടാ പോലീസ് തന്നെ എനിക്കുള്ള മറുപടി സാർ വായിച്ചു നോക്കി. ഞാൻ എന്നിട്ടേ ഞാൻ ചാവുന്നു. സാറിന് വായിച്ചു നോക്കിക്കോ. അങ്ങനെ ഞാൻ ചാവുന്നില്ല. ഇവരെന്താ സാറിന് വായിക്കും. ഇവര് തന്ന വണ്ടി ചെക്ക് അടക്കം എന്റെ കയ്യിലുണ്ട്. അല്ല, സംസാരിക്കാൻ ആൾ തരട്ടെ. അല്ലെങ്കിൽ അല്ല, ഈ പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് നാട്ടിലുള്ള സഖാക്കളെ മുഴുവൻ കട്ടുപോയി. അല്ല, സാർ പറഞ്ഞോ. അല്ല, ഞാൻ ഈ ജനങ്ങൾ ഇവരെ തിരിച്ചറിയണം. ആയിക്കോട്ടെ, ഞാനിവിടെ ഇരിക്കാം. ഞാൻ എന്താ ചാവുന്ന ഞാനിവിടെ ഇരിക്കാം. അല്ല, അത് വിടാൻ പറ്റില്ല. സാറാ നോക്കിക്കോ. അല്ല, ഇവര് കള്ളന്മാരായിട്ട് പാവപ്പെട്ട CPMകാരെ പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച കള്ളന്മാരാണ്. PK സുരേഷ്, കൃഷ്ണപ്രസാദ്, അങ്ങനെ ഒരു വൻ ടീമാണ് ഇവിടെ കക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഈ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുള്ള ഇവരൊക്കെ എന്നെ കട്ടത്. ഇനി ഇതാവൂല. ഒന്നുകിൽ എന്റെ പൈസ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ എന്റെ പൈസ പല തവണ പറഞ്ഞു. SP, DYSP സാറത് വായിച്ചു നോക്കി. കാരണം ഇനി നടക്കൂല. എത്രന്ന് വെച്ചിട്ടാ ഈ ശ്രമിച്ചോണ്ടിരിക്കുക. 14 ലക്ഷം രൂപ അവരെന്റെ അടുത്ത് കട്ടുകൊണ്ടുപോയത്. ഇനി പറ്റൂല. ഒന്നുകിൽ എന്റെ പൈസ മുഴുവൻ തരണം. നാട്ടിലുള്ള സകല സഖാക്കളെ ഇവർ പറ്റിച്ചു. കോടിയുടെ പേരിലാണ് പറ്റിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാർട്ടി പ്രവർത്തകന്റെ 14 ലക്ഷം രൂപ തിരികെ നൽകാതെ നടത്തുന്ന തട്ടിപ്പും പ്രവർത്തകന്റെ ആത്മഹത്യാ ഭീഷണിയുമൊക്കെ CPMന് വൻ തലവേദനയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മലയാളം ടെലിവിഷൻ, വയനാട്. പവൻ ഗോൾഡ്, തിരൂർ.